ഹാപ്പി ഹോളി ടു ഓൾ മൈ കിഡ്സ്. നിറങ്ങളുടെ ഉത്സവം, വസന്തോത്സവം എന്നൊക്കെ നമ്മൾ ഹോളിയെ വിളിക്കാറുണ്ട് അല്ലേ? പണ്ടൊക്കെ നോർത്ത് ഇന്ത്യയിൽ ആണ് കൂടുതലായി ഹോളി ആഘോഷിച്ചതെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും നമ്മൾ ഹോളി ആഘോഷിക്കാറുണ്ട്. എല്ലാവരും ഒത്തുകൂടി പരസ്പരം കളർ പൊടികളും കളർ വെള്ളവും ഒക്കെ വാരി വിതറി നമ്മൾ ഹോളി ആഘോഷിക്കാറുണ്ട്. ഈ ഹോളി എന്താണെന്നും അതിനോട് ബന്ധപ്പെട്ട കഥകൾ എന്തൊക്കെയാണ് എന്നും നിങ്ങൾക്കറിയാമോ? ഇന്ന് നമുക്ക് ഹോളിയുടെയും കഥ കേട്ടാലോ? പണ്ട് ഹിരണ്യകശിപു എന്നൊരു അസുര രാജാവ് ജീവിച്ചിരുന്നു. ബ്രഹ്മാവിൽ നിന്നും ലഭിച്ച വരത്തിന്റെ ബലത്താൽ 3 ലോകങ്ങളും കീഴടക്കിയ ഹിരണ്യകശിപു അഹങ്കാരം കൊണ്ട് നിറഞ്ഞ് ഭഗവാൻ മഹാവിഷ്ണുവിനെ വരെ തനിക്ക് കീഴടക്കാനാകുമെന്ന് വിശ്വസിച്ചു. ആരും മഹാവിഷ്ണുവിനെ ആരാധിക്കരുതെന്നും സകലരും തന്നെ ആരാധിക്കണമെന്നും ഹിരണ്യകശിപു ഉത്തരവിട്ടു. എന്നാൽ ഈ ഹിരണ്യകശിപുവിന് ഒരു മകൻ ഉണ്ടായിരുന്നു, പ്രഹ്ലാദൻ. ഈ 5 വയസ്സുകാരനായ മകൻ പ്രഹ്ലാദനെ മാത്രം അയാൾക്ക് ഭയപ്പെടുത്താനായില്ല. തികഞ്ഞ ഈശ്വരവിശ്വാസിയായിരുന്നു പ്രഹ്ലാദൻ, വിഷ്ണുവിന്റെ ഉത്തമ ഭക്തൻ. അച്ഛന്റെ ആജ്ഞയെ ധിക്കരിച്ച് പ്രഹ്ലാദൻ വിഷ്ണുവിനെ എന്നും ആരാധിച്ചുകൊണ്ടേയിരുന്നു. ഇതു കണ്ട് ക്രുദ്ധനായ ഹിരണ്യകശിപു പ്രഹ്ലാദനെ വധിക്കാനായി ഉത്തരവിട്ടു. എന്നാൽ വിഷ്ണുവിന്റെ ശക്തിയാൽ ആർക്കും അവനെ ഒന്നും ചെയ്യാനായില്ല. ഒടുവിൽ ഹിരണ്യകശിപു തന്റെ സഹോദരി ഹോളികയുടെ സഹായം അഭ്യർത്ഥിച്ചു. അഗ്നിദേവൻ സമ്മാനിച്ച ഒരു വസ്ത്രമുണ്ട് ഈ ഹോളികയുടെ കയ്യിൽ. ഈ വസ്ത്രം അണിഞ്ഞാൽ അഗ്നിക്കിരയാകില്ല എന്ന വരം ഹോളികയ്ക്ക് കിട്ടിയിരുന്നു. അവർ പ്രഹ്ലാദനെയും കൈകളിലെടുത്ത് അഗ്നിയിലേക്ക് ഇറങ്ങി. എന്നാൽ ധർമ്മത്തിന്റെ രക്ഷയ്ക്കോ സഹജീവികളുടെ രക്ഷയ്ക്കോ വേണ്ടി അഗ്നിയിൽ പ്രവേശിക്കുമ്പോഴേ വരത്തിന് ശക്തിയുണ്ടാവൂ എന്ന് അവൾക്കറിയില്ലായിരുന്നു. വിഷ്ണുവിന്റെ അനുഗ്രഹത്താൽ പ്രഹ്ലാദൻ ചെറിയൊരു പൊള്ളൽ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടു. എന്നാൽ ഹോളികയോ? ഒരു ദുഷ്ടപ്രവൃത്തിക്കാണ് ഹോളിക അഗ്നിയിലേക്ക് ഇറങ്ങിയത് അല്ലേ? അതുകൊണ്ട് തന്നെ അവളുടെ ആ വസ്ത്രം അവൾക്ക് ഉപകരിച്ചതേയില്ല. ആ തീയിൽ മരിക്കുകയും ചെയ്തു. ഹിരണ്യകശിപുവിനെ പിന്നീട് വിഷ്ണുവിന്റെ അവതാരമായ നരസിംഹം വധിച്ചു. അങ്ങനെ തിന്മയുടെ മേൽ നന്മ വിജയം നേടിയതാണ് നമ്മൾ ഹോളിയായി ആഘോഷിക്കുന്നത്. ഈ ഹോളിയുടെ തലേ ദിവസം രാത്രി ഹോളികയെ കത്തിക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഹോളികയെ കത്തിച്ച് അതിൽ നമ്മുടെ എല്ലാ തിന്മയെയും, അതായത് നമ്മുടെ എല്ലാ നെഗറ്റീവ് എനർജിയെയും നശിപ്പിച്ചതിന് ശേഷം ഉള്ള അടുത്ത ദിവസം എങ്ങും പല നിറത്തിലുള്ള പൂക്കൾ വിരിയുന്ന വസന്തകാലത്തിന്റെ തുടക്കമാണ്. അതുകൊണ്ട് തന്നെ ആ വിജയ ആഘോഷവും വസന്തത്തിന്റെ വരവേൽപ്പുമാണ് നമ്മൾ നിറങ്ങൾ വാരി വിതറി ഹോളിയായി ആഘോഷിക്കുന്നത്. അപ്പോൾ ഹോളിയുടെയും ഹോളികയുടെയും കഥ മനസ്സിലായോ? ഇനി എല്ലാവരും കഥയറിഞ്ഞ് ഹോളി ആഘോഷിച്ചോളൂ കേട്ടോ. ഹാപ്പി ഹോളി.